പ്രശസ്തി വർദ്ധിപ്പിക്കുമ്പോഴും തന്റെ ശൈലി ലളിതമായി നിലനിർത്തുകയാണ് 15-കാരനായ വൈഭവ് സൂര്യവംശി. ലോകത്തിലെ ഏറ്റവും മികച്ച ഫാസ്റ്റ് ബൗളറെ നേരിടുമ്പോഴും സൂര്യവംശിയുടെ മന്ത്രം ഒന്നുമാത്രം. ബൗളർ നോക്കണ്ട, പന്തിനെ മാത്രം ശ്രദ്ധിക്കുക. IPL-ൽ ഇതുവരെ മന്ത്രം വിജയിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ജസ്പ്രീത് ബുംറയായിരുന്നു എതിരാളിയെങ്കിൽ വെള്ളിയാഴ്ച രാത്രി അത് ജോസ് ഹെസൽവുഡ് ആയിരുന്നു. സാഹചര്യങ്ങൾ മാറി, വെല്ലുവിളികൾ മാറി, പക്ഷേ വൈഭവ് നൽകിയ മറുപടികൾക്ക് മാറ്റമില്ലായിരുന്നു. വർഷങ്ങളുടെ അന്താരാഷ്ട്ര പരിചയ സമ്പത്തുള്ള ബൗളർമാർ പോലും ഈ കൗമാരക്കാരന് മുന്നിൽ ഉത്തരമില്ലാതെ നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെയായ മത്സരത്തിൽ വെറും 26 പന്തിൽ 78 റൺസ് അടിച്ചുകൂട്ടിയ സൂര്യവംശി രാജസ്ഥാൻ റോയൽസിനെ അനായാസ വിജയത്തിലേക്ക് നയിച്ചു. 201 റൺസ് എന്ന ലക്ഷ്യം 2 ഓവർ ബാക്കി നിൽക്കെയാണ് രാജസ്ഥാൻ മറികടന്നത്. ഇന്നിംഗ്സിന്റെ വേഗതയേക്കാൾ ഉപരി ആ ബാറ്റിംഗിലെ നിയന്ത്രണമാണ് ക്രിക്കറ്റ് ലോകത്തെ വിസ്മയിപ്പിച്ചത്. മത്സരത്തിന് ശേഷം സൂര്യവംശി പറഞ്ഞതിങ്ങനെ: ഞാൻ പരിശീലിക്കുന്നത് മൈതാനത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. സ്വാഭാവികമായ കളിശൈലിയിൽ വിശ്വസിക്കുന്നു. മനസ്സിന്റെ ഒരു കോണിൽ ബൗളർ ആരാണെന്ന ബോധ്യമുണ്ടാകും. പക്ഷെ ഞാൻ പന്തിനെ നോക്കിയാണ് കളിക്കുന്നത്, സൂര്യവംശി പറഞ്ഞു. സൂര്യവംശിയെ പിടിച്ചു കെട്ടാൻ ഹെസൽവുഡ് സാധ്യമായ വഴികളെല്ലാം പയറ്റി നോക്കിയിരുന്നു. തോളറ്റം വരുന്ന പന്തുകളിലൂടെ ശരീരത്തിലേക്ക് ലക്ഷ്യമെറിഞ്ഞെങ്കിലും രക്ഷയുണ്ടായിരുന്നില്ല. തൊട്ടടുത്ത പന്ത് മിഡോണിന് മുകളിലൂടെ പറത്തിയ താരം പിന്നീട് ഓഫ് സ്റ്റമ്പിന് പുറത്തു വന്ന പന്ത് സ്ക്വയർ ലെഗിലേക്ക് സിക്സറും തൂക്കി. ഇതൊരു ദൃഷ്ടിക പ്രകടനം മാത്രമല്ല. ഈ സീസണിന്റെ തുടക്കത്തിൽ ലോകത്തെ മികച്ച T20 ബൗളറായ ജസ്പ്രീത് ബുംറയെയും സൂര്യവംശി ഇതേ ആത്മവിശ്വാസത്തോടെ നേരിട്ടിരുന്നു. തന്റെ 78 റൺസിൽ 74 പിറന്നത് ബൗണ്ടറികളിലൂടെയാണ്. 8 ഫോറുകളും 7 സിക്സുകളും. ഇതിനായി താരമെടുത്തത് വെറും 15 പന്തുകൾ മാത്രം. വെറുമൊരു വെടിക്കെട്ട് എന്നതിലുപരി കൃത്യമായ ടൈമിങ്ങും ശുദ്ധമായ ഹിറ്റുമായിരുന്നു അത്. തന്റെ വളർച്ചയിൽ പിതാവ് സഞ്ജീവനും രാജസ്ഥാൻ റോയൽസ് സപ്പോർട്ട് സ്റ്റാഫ് അംഗം റോബി ബിന്ദനും വലിയ പങ്കുണ്ടെന്ന് വൈഭവ് പറയുന്നു. കരിയർ ഇനിയും ഒരുപാട് ദൂരമുണ്ടെന്നും കളിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും അവർ തന്നെ ഓർമ്മിപ്പിക്കാറുണ്ടെന്ന് വൈഭവ് പറഞ്ഞു.